നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലസിത ലസിത ഒരു കണ്ണൂർകാരി എന്ന നിലയ്ക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച ക്രൂരനായ ഒരു തടവുകാരനായ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവും തുടർന്നുണ്ടായ കുറെ, അതിനെ നമുക്ക് വേണമെങ്കിൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം, വിശേഷിപ്പിക്കാം. അതിനെ കുറിച്ചൊക്കെ ഒരു കണ്ണൂർകാരി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? 100-ല് 150% ഇതൊരു ഡ്രാമയായിട്ടാണ് ഞാൻ പറയും. കാരണം വേറൊന്നും കൊണ്ടല്ല, ഒരു കൈയില്ല, ഒരു കൈയില്ലാത്തവന് ആ ഒരു സെൻട്രൽ ജയിൽ എങ്ങനെയാണ് എന്നുള്ളത് ഒരു കണ്ണൂരുകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലോണം അറിയുന്നതാണ്. കാരണം ഞാനത് എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കിയതും കണ്ടു മനസ്സിലാക്കിയതും ഒരു കാര്യമാണ്. അപ്പൊ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇവൻ അവിടെ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. എല്ലാതൊന്നും ഇവനെ പോലെയുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങാനേ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നിക്കൽ പോലീസുകാർ എന്തോ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ അവിടെയുള്ള ഇവന്റെ കൂടെയുള്ള ആൾക്കാർ എന്തോ മറച്ചു വെക്കുന്നു. അവിടെ എന്തോ വലിയ കാര്യം നടക്കാനുണ്ട്. ആ ഒരു നടക്കാനുള്ളത് കൊണ്ട് ഇവനെ ഒരു നാടകത്തിലൂടെ പുറത്ത് ചാടിക്കുന്നു, പിന്നെ അകത്തേക്ക് കയറ്റുന്നു. അവരതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഗോവിന്ദചാമീനെ കിട്ടുന്നു. അല്ല, ഇപ്പൊ ഗോവിന്ദചാമി അവിടെ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റുന്നുണ്ടല്ലോ. അപ്പം അതിന് വലിയ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സംശയങ്ങൾ? അതിലും 100% ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം കേരള ആഭ്യന്തരം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാനില്ല, വട്ടപൂജ, സീറോയിലേക്കാണ് ഇപ്പം പോകുന്നത്. എങ്ങനെയാണെങ്കിലും പോലീസുകാർ എന്തിനും കൂട്ടു നിന്ന് കൊടുക്കുന്ന ഒരു ആഭ്യന്തരമായിട്ടാണ് ഇപ്പം കണ്ടുവരുന്നത്. അത് രാഷ്ട്രീയക്കാർക്ക് എന്തും ചെയ്യാം, സാധാരണക്കാർക്ക് ഇവിടെ ഒന്നും നടക്കില്ല. ആ ഒരു അഭിപ്രായക്കാരിയാണ് ഞാൻ. എവിടെയാണെങ്കിലും ഇപ്പൊ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന നല്ലൊരു കാര്യമൊന്നുമല്ല വരുന്നത്. എങ്ങനെയാണെങ്കിൽ ഈ ഗോവിന്ദചാമിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഗോവിന്ദചാമി ചെയ്തത് നല്ല കാര്യമാണോ? അല്ലല്ലോ. അവനെ പോലെയുള്ള ആൾക്കാരാ ഇങ്ങനെ ഇത്രയും എന്താ പറയേണ്ടത്, സേഫ് ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരുത്തുക, എന്നിട്ട് പിന്നെ വാതിൽ തുറന്നു കൊടുക്കുന്ന പോലെ തുറന്നു കൊടുക്കുക, ജയിലിൽ ചാടുക, എന്നിട്ട് അതൊരു വലിയൊരു ന്യൂസ് ആക്കുക. ആ ന്യൂസ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ കാണുക, റിപ്പോർട്ടർ ചാനലിൽ ഗോവിന്ദചാമിനെ കിട്ടിയിട്ടില്ല, പക്ഷെ അത് കിട്ടി, പിന്നെയും കിട്ടി. എത്ര പ്രാവശ്യമാണ് പറഞ്ഞത് കിട്ടി കിട്ടിയെന്ന്? നമ്മൾ തന്നെ ആശ്വസിച്ചു, ആ കിട്ടി, ഇത് ഗോവിന്ദചാമിനെ കിട്ടി. പിന്നെ പറഞ്ഞു കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇവിടെ നടക്കുന്നത്? കണ്ണൂർ ജില്ലനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് ഇതൊന്നും പുത്തിരിയല്ല. ഈ ഒരു സംഭവം എല്ലാവരും ട്രോളുക ചെയ്യുന്നത്, പോലീസുകാരെ അടക്കം ട്രോളുക ചെയ്യുന്നത്. ഇതിനുള്ള വക ആരാ വരുത്തി കൊടുക്കുന്നത്? പോലീസുകാർ തന്നെയല്ലേ. അതല്ല, ഈ ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദചാമിയെ തിരികെ കിട്ടാതെ തന്നെ മാധ്യമത്തിലൂടെ കിട്ടി എന്ന് പറയുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ഗോവിന്ദചാമിയെ തിരിച്ചു കിട്ടും, അത് ഇത്ര സമയം മതി എന്നൊരു മുൻധാരണ അവർക്ക് ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്കതാ തോന്നിയത്. കാരണം റിപ്പോർട്ടർ ചാനലിൽ അടുത്തടുത്ത് പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനലില് ഞാൻ അധികവും റിപ്പോർട്ടർ ചാനലാണ് കാണുക. കാരണം അതിലാണ് കോമഡി ആയിട്ടുണ്ടാവുക. ഇടക്കിടക്ക് ഒരു കോമഡികൾ കാണുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ കാണും. ഞാനത് ദേഷ്യം കൊണ്ട് പറയുന്നതല്ല. ആ ചാനലിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക അതിൻ്റെ അകത്ത്. അപ്പൊ ഞാൻ അത് അധികവും കാണും. ഈ റിപ്പോർട്ടർ ചാനൽ വെച്ച സമയത്ത് ആദ്യം പറഞ്ഞു ഗോവിന്ദചാമിയെ അറസ്റ്റ് ചെയ്തതായി സൂചന എന്ന് പറഞ്ഞു. ഈ സൂചന എന്ന് പറയുന്ന സംഭവം മറ്റേ ചാനലിൽ നോക്കുമ്പോൾ അറസ്റ്റേ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ കുറെ കഴിഞ്ഞാലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നായി. ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളെ ഒരു കണ്ണുപൊത്തലല്ലേ അതെല്ലാം. അപ്പോ ഈ വിഷയം അറിഞ്ഞപ്പോൾ ഈ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോടും ഒക്കെ ഈ ഇതിനെ കുറിച്ചുള്ള പ്രതികരണം അറിഞ്ഞപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ശ്രദ്ധിച്ചിരുന്നു. ഒരാളെ കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. പി ജയരാജന്റെ ഒരു പോസ്റ്റാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് കെ സുരേന്ദ്രനെ വളരെ മോശമായിട്ട്, അതായത് ഉള്ളിയേരിയിൽ കുറച്ചടുത്താണ് മാനസികാരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടില്ലേ, അതിന് തക്കതായ മറുപടി ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇയാൾ എന്തോ സപ്പോർട്ട് ചെയ്ത പോലെയാണ് ഈ മറ്റേ നമ്മളെ ഗോവിന്ദചാമിക്ക് സപ്പോർട്ടായിട്ട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഈ ഗോവിന്ദചാമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ജയിൽ ചാട്ടവും എങ്ങനെയാണ് ജയിലിൽ ചാടുന്ന സമയവും എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് പോലത്തെ ഒരു പോസ്റ്റ് ആണ് ആരിട്ടത്? പി ജയരാജൻ ഇട്ടത്. നിങ്ങൾ ആ പോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടാവല്ലോ. അപ്പം കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിന് വിപരീതമായിട്ടാണ് പി ജയരാജൻ പറയുന്നത്. പക്ഷെ ഇവരെല്ലാവരും ഇതിന് ഈ ഗോവിന്ദചാമിക്ക് സപ്പോർട്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ജയിലിലെ ഉപദേശക സമിതി അംഗമാണല്ലോ അദ്ദേഹം, പി ജയരാജൻ. അതെ, അതുകൊണ്ടാണ് അങ്ങനെ. അല്ലാന്ന് പറയാൻ വേറെ വരൂലല്ലോ. ഉപദേശക സമിതി അങ്ങനെ തന്നെ ഇങ്ങനെയാണെങ്കിൽ
പിന്നെ ആ ജയിലിന്റെ ഇപ്പൊ വേറൊരു ഇത് വന്നിട്ടുണ്ട്, 2 സ്ഥലത്ത് സൂപ്രണ്ടുമാർ ഇല്ലാന്ന്, ജയിൽ സൂപ്രണ്ടുമാർ ഇല്ലാന്ന് പറഞ്ഞിട്ട്. അതെന്തുകൊണ്ടാ? അത് ആരാ അനാസ്ഥയാന്ന്? ഗവൺമെന്റിന്റെ അനാസ്ഥ തന്നെയല്ലേ? അതാണ് സംഭവം. ഈ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ഇട്ടു. ഈ പി ജയരാജനോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, താങ്കളെയും അതുപോലെ തന്നെ താങ്കളെ ഭരിക്കുന്ന ഗവൺമെന്റ് ഉണ്ട്, ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഗവൺമെന്റിനെയും ആദ്യം പോയിട്ട് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് കിടത്തുക. അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം കെ സുരേന്ദ്രേട്ടനെ നിങ്ങൾ വളരെ മോശമായിട്ട് പറഞ്ഞു. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയുന്ന ഒരു ഇത് വേർഡ്സ് ആണെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അതായത് പി ജയരാജൻ എന്ന് പറയുന്ന അവരോട് തന്നെയാണ്, എന്റെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, നിങ്ങളെ കൂട്ടായ്മ, അതായത് CPM എന്ന കൂട്ടായ്മയിൽ ഗവൺമെന്റ് നിങ്ങളെ കുറച്ച് ആൾക്കാര്, ഖാദി ബോർഡ് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഒരുമിച്ച് അങ്ങ് നിർത്തുക. എന്നിട്ട് നിങ്ങൾ ആദ്യം പോയിട്ട് ഉള്ളേരി എന്നല്ല പറഞ്ഞ, ഉള്ളേരിന്ന് കുറച്ച് എന്നല്ല പറഞ്ഞ, നിങ്ങൾക്ക് ഇവിടുന്ന് കതിരൂരിന്ന് ഒരു കോഴിക്കോടൻ ബസ് കയറി കഴിഞ്ഞാൽ എവിടെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അവിടെ എല്ലാരെയും കൊണ്ടുപോയിട്ട് അവിടെ കിടത്തിക്കുക. അതാ ഏറ്റവും നല്ലൊരു കാര്യം. അല്ല, ഇപ്പോ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ കേരളത്തിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും, അതായത് ക്യാപ്സൂൾ വിതരണക്കാർ ഒഴികെയുള്ള എല്ലാ ജനങ്ങളും ആഭ്യന്തര വകുപ്പിനെ പഴിചാരുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയുന്നതിന്റെ ഇത് എല്ലാവർക്കും ബാധകമല്ലേ? ഇപ്പൊ കെ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ, എല്ലാവരും ആഭ്യന്തര വകുപ്പിനെയും ജയിൽ അധികാരികളെയും എല്ലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മലയാളികൾ എല്ലാവരും കുതിരവട്ടത്തോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് മാനസിക നില പരിശോധിക്കണം എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം അദ്ദേഹം പറയുന്നതിന്, എന്നല്ലേ വ്യാഖ്യാനിക്കേണ്ടത്? അതെ, അയാൾ ആ പറഞ്ഞ പോസ്റ്റ് അയാൾ തന്നെ ഒന്ന് ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇങ്ങനെയുള്ള, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പി ജയരാജനെ തന്നെയാന്ന് തോന്നുന്നു ആദ്യം കിടത്തേണ്ടത് ആ സെല്ലിൽ.